നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് ശ്രീ എൻ വിജയനും മകനും കാപട്യത്തിന് കയ്യും കാലും വെച്ച് വെള്ളമുടുപ്പുമിട്ട് നടക്കുന്ന സഹപ്രവർത്തകരുടെ ചതിക്കുഴികളിൽ വീണ് ജീവനൊടുക്കിയിട്ട് അധികം കാലമായില്ല. മരണവീട്ടിലേക്ക് ഇരമ്പി വന്ന കോൺഗ്രസ് നേതാക്കളുടെ കണ്ണുനീരിന്റെ പെരുമഴയിൽ ആ നാടുകളിൽ വയനാട്ടിലെ പുഴകളിൽ വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായി എന്നാണ് കേട്ടറിഞ്ഞത്. ഇതിനിടയിലാണ് CPM സഹായം വാഗ്ദാനം ചെയ്തു എന്ന വാർത്ത വന്നത്. ഹാലിളകിയ കോൺഗ്രസിന്റെ നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, എൻ വിജയൻ കോൺഗ്രസിന്റെ നേതാവാണ്, എൻ വിജയന്റെ കുടുംബം കോൺഗ്രസിന്റെ കുടുംബമാണ്, ആ കുടുംബത്തിന്റെ സകല ബാധ്യതകളും കോൺഗ്രസ് ഏറ്റെടുക്കും, എൻ വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് സംരക്ഷിക്കും, അതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യമില്ല. കോൺഗ്രസ് നേതാക്കളുടെ ആ വീമ്പിളക്കലുകൾ നമ്മുടെ പല മുഖ്യധാരാ മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ചു. എൻ വിജയന് 2.5 കോടി രൂപയുടെ ബാധ്യതക്കാരനാക്കിയ വയനാട്ടിലെ കോൺഗ്രസിന്റെ പിന്നാമ്പുറ കഥകൾ മിക്ക മാധ്യമങ്ങളും വിഴുങ്ങി. സർക്കാർ ആശുപത്രിയിൽ ഒരാൾ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരിച്ചാൽ പോലും ഇതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കാണെന്നും ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്നും വിളിച്ചു പോകുന്ന നമ്മുടെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പക്ഷെ എൻ വിജയന്റെയും മകന്റെയും ഈ ജീവനൊടുക്കലിനെ പറ്റിയുള്ള ചർച്ചകൾ അധികം നീട്ടിക്കൊണ്ടുപോയില്ല. നമ്മുടെ കൊച്ച്, നമ്മുടെ കുളം, ഒരു കയ്യബദ്ധം എന്ന മനോഭാവമായിരുന്നു അവർക്ക്. എന്നാൽ ഇതേ സമയം ഭയാനകമായ ഒരു കൊടും വനത്തിൽ കട്ട പിടിച്ച ഇരുളിൽ പാതിരാവിൽ മുന്നോട്ടുള്ള വഴി കാണാനാവാതെ തുറിച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു നിരാലംബമായ ശ്രീ എൻ വിജയന്റെ കുടുംബത്തിൻ്റെത്. കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയ കരാർ നടപ്പാക്കുന്നതിന് വേണ്ടി സകലമാന നേതാക്കളുടെയും തിണ്ണ നിരങ്ങി കാലുപിടിച്ചും കരഞ്ഞും അപേക്ഷിച്ചിട്ടും ഒരു തീരുമാനവും ഉണ്ടാകാതെ വഞ്ചിക്കപ്പെട്ടപ്പോൾ അറ്റകൈക്ക് ഗത്യന്തരമില്ലാതെയാണ് ശ്രീ വിജയന്റെ നിരാലംബമായ കുടുംബം കേരളത്തിലെ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. കോൺഗ്രസുകാർ വലിച്ചെറിഞ്ഞു കൊടുത്ത നക്കാപ്പിച്ച പണത്തിന്റെ കണക്കും അവർ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയിച്ചു. ഉറഞ്ഞു തുള്ളിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. അവർ ആ കുടുംബത്തിനെതിരെ തെറ്റിദ്ധാരണകൾ പടർത്താനും അവഹേളിക്കാനും തുടങ്ങി. KPCC പ്രസിഡന്റ് പോലും ഗ്രൂപ്പ് പോരിൽ തമ്മിൽ തല്ലി തലകീറി 4 കൊമ്പത്ത് നിന്നുകൊണ്ട് തിരുവാതിര കളിക്കുന്ന ആ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അനുഗ്രഹാശിസുകളുമായാണ് രംഗത്ത് വന്നത്. ആ പരാമർശങ്ങളിൽ മനം നൊന്ത് അത് അപമാനമായി തോന്നി ഒടുവിൽ എൻ വിജയന്റെ മരുമകൾ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത് കേരളത്തെ ആകമാനം ഞെട്ടിച്ചു. ഇതിനിടയിൽ കോൺഗ്രസ് നേതാക്കളാൽ ചതിക്കപ്പെട്ട ജോസ് നെല്ലേടം എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ് കൂടി വയനാട്ടിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ജീവനൊടുക്കി. വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പുകളിയുടെ 5ാമത്തെ ഇരയായിരുന്നു അത്. കോൺഗ്രസിനോട് ഒന്നേ പറയാനുള്ളൂ, ആദ്യം നിങ്ങളുടെ സ്വന്തം അണികളുടെ ജീവൻ രക്ഷിക്കുക. അതിനുള്ള സ്ഥിരമായ സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മതി കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഇറങ്ങി പുറപ്പെടാൻ. നിങ്ങൾ കുറച്ചു നാളായിട്ട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചേ അടങ്ങൂ എന്നുള്ള നിലയിലാണല്ലോ നടന്നിരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സ്നേഹിതർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പള്ളിപ്പുറം പ്രദീപ് കുമാർ.